യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ. ആത്മാവിൻ്റെ കൃപകളും വരദാനങ്ങളും ഞങ്ങൾ നിറയ്ക്കണമേ. ദൈവമേ, അങ്ങയോട് ആലോചന ചോദിക്കുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. എല്ലാവരെയും വലിയ സ്നേഹത്തോടെ ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക്, സൗഖ്യപ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കർത്താവ് വലിയ പ്രവൃത്തികൾ നമുക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് പോകുക. ഹല്ലേലൂയ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ 19 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്, പശ്ചാത്തപിക്കുവാൻ ഇടയാവുകയില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഒരു എടുത്തുചാട്ടമാവരുത്. ആലോചന നമുക്കുണ്ടാവണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നമ്മൾ ആലോചിക്കണം. നമ്മുടെ കഴിവുകൾ, ദൈവം നൽകിയ കഴിവുകൾ, മാനുഷികമായ കഴിവുകൾ, അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആലോചിക്കണം. ഒരു കാര്യം എങ്ങനെ ചെയ്യാം, അങ്ങനെ ആലോചിക്കുകയും അതിനുവേണ്ടി നമ്മുടെ കഴിവുകളെ ഉപയോഗിക്കുകയും ചെയ്യുക. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബുദ്ധിക്കും കഴിവിനും അപ്പുറമായിട്ട് ദൈവത്തോട് നമുക്ക് ആലോചന ചോദിക്കാനായിട്ട് സാധിക്കുക. നമ്മൾ ഏതൊരു കാര്യവും പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്ന ഒരു ആലോചന, ആ ചിന്തയിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് വളരെയേറെ അനുഗ്രഹപ്രദമായിരിക്കും. സങ്കീർത്തനം 32:7 മുതലുള്ള വചനങ്ങൾ. അവിടുന്ന് എൻ്റെ അഭയ സങ്കേതമാണ്, അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. കർത്താവ് എൻ്റെ അഭയ സങ്കേതമാണ്, അനർത്ഥങ്ങളിൽ നിന്ന് കർത്താവ് എന്നെ രക്ഷിക്കുന്നു. കർത്താവാണ് എൻ്റെ അഭയം, അനർത്ഥങ്ങളിൽ നിന്ന് കർത്താവിനെ സംരക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. അത് ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ
നടക്കേണ്ട വഴികൾ ഞാൻ കാണിച്ചു തരാം. അത് ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ നടക്കുക, ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം, ഇതുകൂടാതെ നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന വെളിപാടുകൾ, ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന നിർദ്ദേശങ്ങൾ, ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന പ്രചോദനങ്ങൾ നമ്മൾ സ്വീകരിച്ച് നമ്മൾ മുൻപോട്ട് പോകുക. നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. കഥാ പറയുക, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച്, എൻ്റെ കണ്ണുകൾ നിൻ്റെ മേലുണ്ട്, ഞാൻ നിന്നെ ഉപദേശിക്കാം. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക. നമ്മളൊക്കെ വിവേകമുള്ളവർ കൂടുതൽ അറിവുള്ളവരോട് ആലോചന ചോദിക്കാറുണ്ട്, അങ്ങനെ വേണം. ഉപദേശങ്ങൾ ചോദിക്കാറുണ്ട്, നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. അറിവും കഴിവും പ്രായവും വിവേകവും പക്വതയുമുള്ളവരോടൊക്കെ നമ്മൾ ആലോചന ചോദിച്ചും ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. ജീവിതത്തിൽ അനുഭവങ്ങളാണ് നമ്മളെ ബലവാന്മാരാക്കി മാറ്റുന്നത്. അത് ജീവിതത്തിൽ അനുഭവങ്ങളുള്ളവരും പക്വതയുള്ളവരുമുണ്ട്. അവരോട് നമ്മുടെ കാര്യങ്ങൾക്ക് ആലോചന ചോദിക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഇവിടെ ദൈവമായ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ മേൽ ദൃഷ്ടികൾ ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഞാൻ നിന്നെ ഉപദേശിക്കാം. ദൈവം നമ്മളെ പഠിപ്പിക്കും, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വഴി നടത്തും. സങ്കീർത്തനം 32:9 പറയുന്നു, നീ കുതിരയും കോവർകഴുതയും പോലെ ബുദ്ധി ഇല്ലാത്തവനാകരുത്, കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ വരുതിയിൽ നിൽക്കില്ല. നീ കുതിരയും കോവർ കഴുതയും പോലെ ബുദ്ധിയില്ലാത്തവനാവരുത്. അവിടെ പറയുകയാണ് രണ്ട് മൃഗങ്ങളെക്കുറിച്ച്. നീ കുതിരയും കോവർ കഴുതയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. കുതിരയ്ക്ക് ശക്തിയുണ്ട്, ശാരീരികമായ ശക്തിയുണ്ട്. കോവർ കഴുതയ്ക്കും അതിൻ്റേതായ ശക്തിയുണ്ട്. ഇതുപോലെ നീ ബുദ്ധിയില്ലാത്തവനാകരുതെന്നാണ് വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആലോചന കൂടാതെ പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയും കോവർ കഴുതയെ പോലെയാണെന്ന്. അത് നമുക്ക് ആലോചന ഉണ്ടാവണം. വിവേകമുള്ളവർ, ആത്മീയ അറിവുള്ളവരോട് ആലോചന ചോദിക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഇന്നലെ ഒരു പിതാവ് എന്നോട് പങ്കുവെച്ചൊരു അനുഭവം. ആ പിതാവ് വിദേശത്ത് ജോലി ചെയ്യുന്നു. മകന് കോയമ്പത്തൂരാണ് പഠിക്കുന്നത്. എൻജിനീയറിംഗ് പഠിക്കുന്ന മകന് 2ാം വർഷമാണ്. അപ്പൻ അവധിക്ക് വന്നപ്പോൾ മകനെ കാണാൻ ചെന്നു. ഹോസ്റ്റലിൽ ചെന്നപ്പോൾ മകൻ ഹോസ്റ്റലിൽ ഇല്ല. മകന് പുറത്ത് ലോഡ്ജിലൊക്കെയാണ് താമസിക്കുന്നത്. അവന് ദൈവത്തിൽ നിന്നകന്ന്, മാതാപിതാക്കളിൽ നിന്നകന്ന് അവൻ അവൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്നു. പരീക്ഷകളിലൊക്കെ തോറ്റു. അവൻ അവൻ്റേതായ ഒരു ലോകത്ത്, ചെറുപ്പക്കാരോടൊപ്പം ഒരു ലോകം, ആ ലോകം ഒത്തിരിയേറെ പാപത്തിൻ്റെ, തിന്മയുടെ ഒക്കെ ലോകത്തിലൂടെ ആ ചെറുപ്പക്കാരൻ കടന്നു പോകുകയാണ്. എത്രയോ ചെറുപ്പക്കാരാ ബുദ്ധിയില്ലാത്തവനായിട്ടൊന്ന് പെരുമാറുന്നത്. മദ്യത്തിന് അടിമകളായ ചെറുപ്പക്കാർ, മയക്കുമരുന്നിന് അടിമകളായ ചെറുപ്പക്കാർ, തെറ്റായ ബന്ധങ്ങളിൽ ജീവിക്കുന്ന ചെറുപ്പക്കാർ. ഈയിടെ ഒരു അമ്മ വന്ന് എന്നോട് പങ്കുവെച്ചൊരു സങ്കടമാണ്. ആ അമ്മയുടെ 28 വയസ്സുകാരൻ 3-4 മക്കളുള്ള ഒരു സ്ത്രീയുടെ കൂടാണ് ജീവിക്കുന്നത്. ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി. 3-4 മക്കളുള്ള ഒരു സ്ത്രീയുടെ കൂടെ 28 വയസ്സുകാരൻ ജീവിക്കുന്നത്. എത്രമാത്രം വിവേകമില്ലാത്ത കാര്യമാണ് അവൻ ചെയ്യുന്നത്. എത്രമാത്രം പാപകരമായൊരു ജീവിതമാണ് അവൻ നയിക്കുന്നത്. ഒരമ്മയുടെ കണ്ണുനീരിൻ്റെ വാക്കുകളായത്. അത് യുവാക്കന്മാർ എത്രയോ പേരാണ് പാപത്തിൻ്റെ വഴികളിൽ, തിന്മയുടെ വഴികളിൽ, മ്ലേച്ഛതയുടെ വഴികളിൽ വിവേകമില്ലാതെ കോവർ കഴുതകളെ പോലെ ജീവിക്കുന്നത്. എത്രയോ കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാർ ഒത്തിരിയേറെ കഠിനാധ്വാനം ചെയ്ത് പണം സമ്പാദിച്ച് പഠിപ്പിക്കാൻ അയച്ചു. എന്നിട്ടോ എത്രയോ കുഞ്ഞുങ്ങളാ, എത്രയോ യുവാക്കന്മാരാ കൂട്ടുകെട്ടിൽ തെറ്റായ വഴിയിൽ ജീവിച്ച് ജീവിതം തകർത്തു കളഞ്ഞവർ. ഈ അടുത്ത കാലം ഒരമ്മ പങ്കുവെച്ച ഒരു അനുഭവമാണ്. അമ്മയുടെ മകള് നല്ലൊരു കോഴ്സിന് പഠിക്കുക. അവസാനത്തെ വർഷമായപ്പോഴത്തേക്കും അവൾ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ പോയി, ഒരു അക്രൈസ്തവനോടെ പോയി രജിസ്റ്റർ ചെയ്ത് ഒന്നിച്ച് ജീവിക്കുക. ഈ മാതാപിതാക്കൾ പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യുക, അവസാനത്തെ വർഷം പരീക്ഷയെങ്കിലും എഴുതുക, നീ ഒന്ന് പാസ്സാകുക, ഭാവി നിനക്ക് ജോലിയാകട്ടെ, ജീവിക്കാൻ വഴിയട്ടെ. അവൾ അതിനും തയ്യാറല്ല. ഒരു അക്രൈസ്തവൻ്റെ കൂടെ അങ്ങോട്ട് ജീവിക്കുകയാണ്.
വിവേകമില്ലാതെയുള്ള ജീവിതത്തിലെ പ്രവൃത്തികൾ, അത് ആലോചന കൂടെയുള്ളാതെ പ്രവൃത്തികൾ ജീവിതത്തെ പാടെ തകർത്തു കളയുക. അത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആലോചന വേണം. നമ്മുടെ യുവാക്കന്മാർക്ക്, യുവതലമുറയ്ക്ക് ആലോചന ഇല്ലാത്തൊരവസ്ഥയാണ്. അവരിങ്ങനെ ഒരു പോക്ക് പോകുക. ലോകത്തിൻ്റെ ഒത്തിരിയേറെ സുഖങ്ങൾ തേടി അല്ലെ മോഹങ്ങൾ അവരെ നയിക്കുകയാണ്. അതവരെ നിത്യനാശത്തിലേക്ക്, ജീവിതത്തിൻ്റെ വലിയ തകർച്ചകളിലേക്ക് അവരെ കൊണ്ടുപോവുക. ഹല്ലേലൂയ. നമ്മളത് തിരിച്ചറിയണം. ആലോചന നമുക്ക് വേണം. ദൈവം നമുക്ക് കഴിവന്നിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കണം. ഒരു കാര്യം ചെയ്യുമ്പോൾ ഭാവിയിൽ അതുകൊണ്ട് നമുക്ക് നന്മയുണ്ടാകുമോ, അതോ തകർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇതൊക്കെ ആലോചിച്ച് ചെയ്യണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സങ്കീർത്തനം 33:10 കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു, അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർക്കുന്നു. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ ജനമേ, നമ്മൾ തിരിച്ചറിയുക, കർത്താവ് ജനതകളുടെ ആലോചനകളെ തകർത്തു കളയുക. അവിടുത്തെ പദ്ധതികൾ മാത്രമേ നടക്കത്തുള്ളൂ. ജനതകളുടെ പദ്ധതികളും ആലോചനകളും ഒക്കെ കർത്താവ് തകർത്തു കളയുക. മനുഷ്യൻ അവൻ്റെ അഹങ്കാരത്തിന്മേൽ നിന്നുകൊണ്ട് അവനവൻ്റെ വഴിയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നവരാരാണെങ്കിലും ആ പദ്ധതികളെ കർത്താവ് തകർത്തു കളയും. സങ്കീർത്തനം 33:11 പറയുന്നു, കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. നോക്കുക, കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഈ ഷാലോം ടെലിവിഷൻ. വർഷങ്ങൾക്ക് മുമ്പ് ബെന്നി സാറിന് ദൈവം കൊടുത്ത ആ ബോധ്യങ്ങളിലൂടെ ഒരു ചെറിയ തുടക്കം ഷാലോം തുടങ്ങി. ഇന്ന് ലോകം മുഴുവൻ വളർന്ന് പന്തലിച്ചു ഷാലോം വേൾഡ്, നമുക്കറിയാം, ഷാലോം മാഗസിൻ, എല്ലാം വളരുകയാണ്. നമ്മൾ വചനത്തിന് പറയുന്നത് മനസ്സിലാക്കുക, കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്. കർത്താവിൻ്റെ പദ്ധതിയെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല. അവൾ ഷാലോം, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് ദൈവം നട്ടു, ദൈവം നനച്ചു, ദൈവം വളർത്തി, ഇത് പടർന്ന് പന്തലിച്ചു കൊണ്ടേയിരിക്കും. കാരണം ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അടുത്ത വചനം പറയുന്നു, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. ദൈവം തൻ്റെ ആത്മാവിലൂടെ ചിന്തകൾ ബെന്നി സാറിന് കൊടുത്തു. ആ ചിന്തകൾ ഇതാ പ്രവൃത്തിപഥത്തിലെത്തിയപ്പോൾ ജനകോടികൾക്ക് യേശുവിനെ കൊടുക്കുവാൻ, ജനകോടികൾക്ക് രക്ഷ കൊടുക്കുവാൻ, ജനകോടികളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, ലോകരാജ്യങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കൊടുക്കുവാൻ ഷാലോമിനെ ദൈവം ഉപയോഗിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ശാശ്വതമായ പദ്ധതിയാണ്. ഇത് ദൈവത്തിൻ്റെ ചിന്തകൾ ഒരു വ്യക്തിയിലൂടെ വെളിപ്പെടുത്തിയതിലൂടെ ദൈവം ഒരുക്കിയ മഹാപദ്ധതിയാണിത്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, ദൈവത്തോട് നമ്മൾ ആലോചന ചോദിക്കുന്നവരായിട്ട് മാറണം. നമ്മുടെ പദ്ധതികളെ നമ്മൾ നടപ്പിലാക്കുക. അത് വിട്ടിട്ട് ദൈവം വെളിപ്പെടുത്തി തരുന്ന പദ്ധതികൾ അത് നടപ്പിലാക്കാനായിട്ട് നമ്മൾ ഇറങ്ങുക, അത് ദൈവം നടത്തും. ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മൾ സ്വീകരിക്കുക. ആ ചിന്തകൾ നമ്മൾ നടപ്പിലാക്കുമ്പോൾ അത് ശാശ്വതമാണ്. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് തകർക്കാനായിട്ട് ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ പദ്ധതികളെ പൊളിക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല, ഒരു തിന്മയുടെ ശക്തികൾക്കും സാധ്യമല്ല. ആ ദൈവത്തിൻ്റെ പദ്ധതികളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. അപ്പോൾ നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരായിട്ട് മാറണം. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപാടുകൾ നൽകും. ഇന്നലകളും ഇന്നുകളും നാളുകളും വരാനിരിക്കുന്നതൊക്കെ പരിശുദ്ധാത്മാവായ ദൈവത്തിനറിയാം. അവിടുന്ന് വെളിപ്പെടുത്തി തരും. പ്രഭാഷകൻ 32:19-20
ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്. പശ്ചാത്തപിക്കാൻ ഇടവയാകുകയില്ല. പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടി വീഴരുത്. പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴികളിലൂടെ നടക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കണം. നമ്മൾ പോകുന്ന വഴികൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഭാവിയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതൊക്കെ ചിന്തിച്ച് ആലോചിച്ച് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലൊക്കെ സ്വീകരിച്ച് ചെയ്യുമ്പോൾ അതൊത്തിരി അനുഗ്രഹമാണ്. നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസം അരുത്. നിരപ്പായ വഴികളിൽ പോലും അമിതമായ ആത്മവിശ്വാസം അരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇതൊരു ശക്തമായ മുന്നറിയിപ്പാണ്. നിരപ്പായ വഴിയിലും വീഴാൻ സാധ്യതകൾ നമുക്കുണ്ട്. ദൈവം താങ്ങിയില്ലെങ്കിൽ നിരപ്പായ വഴികളിൽ പോലും നമ്മൾ തളർന്നു വീഴും. അതുകൊണ്ട് നിരപ്പായ വഴിയിൽ അമിതമായ ആത്മവിശ്വാസം പാടില്ല. ഞാൻ എന്നിൽ തന്നെ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരാത്മവിശ്വാസം അതൊരിക്കലും പാടില്ല. എപ്പോഴും ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിച്ച് നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കുക. വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം. അതാണ് നിയമാനുഷ്ഠാനം. നിൻ്റെ ഓരോ പ്രവൃത്തികളിലും അത് കരുതൽ വേണം. അത് ആത്മീയ കാര്യത്തിലും ലോകത്തിൻ്റെ കാര്യമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും അത് കരുതലോടെ, ശ്രദ്ധയോടെ, ജാഗ്രതയോടെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കണം. നീ കോവറുകഴുതയെ പോലെ ആകരുത്. നീ ബുദ്ധിമാനാകണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നത്. ഈ ബുദ്ധിയും കഴിവും ഈ ശക്തിയൊക്കെ തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ, ആത്മാവിൻ്റെ ശക്തിയാൽ, ആത്മാവിൻ്റെ കൃപാവരങ്ങളാൽ നമുക്ക് നിറയാം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് സ്വീകരിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കണം. അപ്പസ്തോല പ്രവർത്തനത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം പറയുന്നു, ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചു. ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിന് പരിശുദ്ധാത്മാവ് പൗലോസിനെ പിന്തിരിപ്പിച്ചു. അപ്പോൾ പൗലോസ് ഫ്രീജിയ ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചു. ഉടനെ യേശുവിൻ്റെ ആത്മാവ് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ ഒരു മക്കേദോനിയക്കാരൻ വന്ന് അങ്ങോട്ട് വരാൻ ക്ഷണിക്കുന്നതായിട്ട് പൗലോസ് അപ്പോസ്തലന് ഒരു ദർശനമുണ്ടായി. അപ്പോൾ പൗലോസിന് മനസ്സിലായി അവിടെ പോയി വചനം പറയാൻ. അവിടേക്ക് പൗലോസ് പോകുന്നു എന്ന് വചനം പറയുന്നു. ആ ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനെ തടയുക. ഏഷ്യയിലോട്ട് പോകണ്ട, ഫ്രീജിയ, ഗലാത്തിയ അങ്ങോട്ട് പോകണ്ട. പിന്നെ അങ്ങോട്ട് പോകണം, മക്കെദോനിയയിലേക്ക് പോകണം. ആ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നിടത്തേക്ക് പോകുക. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത് ചെയ്യുക. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചനകൾ, ചിന്തകൾ, അത് നമ്മൾ വിവേചിച്ച് അറിഞ്ഞ് അതനുസരിച്ച് വലിയ വിവേകത്തോടെ, ജാഗ്രതയോടെ മുൻപോട്ട് പോയാൽ നമ്മുടെ ആത്മീയ ശുശ്രൂഷകളും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വലിയ വിജയമായിട്ട് തീരും. ഹല്ലേലൂയ. നീ ഒരിക്കലും കോവർ കഴുതയെപ്പോലെ ആവരുത്. ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒന്നിനും ഇറങ്ങിത്തിരിക്കരുത്. വചനം പറയുന്നില്ലേ, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നീ ശാന്തനാവുക. നീ ശാന്തനാവുക. ദൈവത്തിനു മുമ്പ് ശാന്തമായിട്ടിരിക്കുക. പ്രാർത്ഥിക്കുക, 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 നിരന്തരം പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് അവിടുത്തെ ചിന്തകൾ നിനക്ക് വെളിപ്പെടുത്തി തരും. ആ വഴിയിലൂടെ നടക്കുക. കർത്താവ് എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇവിടെ ക്രച്ചസ് വെച്ച് നടക്കുന്ന ആരെങ്കിലും വ്യക്തികളുണ്ടോ? ഒന്ന് നോക്കാമോ? കക്ഷത്തിൽ ക്രച്ചസ് വെച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മോൻ എന്ത് പറ്റുക? ആക്സിഡൻറ്റ് പറ്റുക? എഴുന്നേറ്റേ. ക്രച്ചസ് എന്ത്? കാലിനെന്ത് പറ്റി? കാലൊടിഞ്ഞു. ആ 2 പടിയും കയ്യിലോട്ടെടുത്തേ. യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. വടി പൊക്കി പിടിച്ച് പതുക്കെ നടന്നാൽ മതി. കാലെടുത്ത് വെച്ച് പതുക്കെ നടന്നു വാ. പ്രേക്ഷിതർ ഒന്ന് നോക്കുക. പതുക്കെ നടക്കുക. പതുക്കെ കാലെടുത്ത് വെക്കുക. കാലെടുത്ത് പതുക്കെ വെച്ച് വരിക. സാവധാനം പ്രേക്ഷിതർ ചെല്ലുക. വീഴാതെ ശ്രദ്ധിക്കുക. പതുക്കെ കാലെടുത്ത് വയ്ക്കുക. അമ്മയാണ് കൂടെയുള്ളത്.
ആരാ കൂടെയുള്ള അമ്മയാണോ? ആൻറ്റിയ. മോൻ പതുക്കെ നടന്നു വാ, പതുക്കെ. പ്രേക്ഷകർ നോക്കണം, തെന്നി വീടല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്താ മോൻ്റെ പേര്? നോബിൾ. നോബിളിന് എന്ത് പറ്റുക? ആക്സിഡന്റ് ആയതാ, കാറയില് ബൈക്ക് ഇടിച്ചത്. എന്നിട്ടോ? കാല് വട്ടം ഒടിഞ്ഞു പോയി. കാല് വട്ടം ഒടിഞ്ഞു പോയി. എവിടെയായിട്ടാണ് ഒടിഞ്ഞത്? ഈ ഒന്ന് കയ്യെ പിടിച്ച് ഒന്നുകൊണ്ട് പേരെ സ്റ്റേജിലോട്ടും കൊണ്ട് കയറ്റാമോ? സിംഗം കൊണ്ടുവരാമോ? സന്തോഷമായല്ലോ മോൻ്റെ മുഖത്ത്. ആ ക്രച്ചസ് ഒന്ന് വെച്ച് കാണിച്ച്, കക്ഷത്തിലൊന്ന് വെച്ച് എല്ലാവരും ഒന്ന് കാണട്ടെ. എത്ര നാളായി ക്രച്ചസ് ഉപയോഗിക്കുന്നു? 1.25 വർഷം. 1.25 വർഷമായിട്ട് ക്രച്ചസ് ഉപയോഗിച്ച് നടക്കുന്ന വ്യക്തിയാണിത്. ഹല്ലേലൂയ. ഞാൻ കുറേ സമയമായിട്ട് എൻ്റെ ആത്മാവിൽ ഇങ്ങനെ പറഞ്ഞു, ക്രച്ചസ് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾ വിളിക്കാൻ. കുറേ സമയമായിട്ട് ഇങ്ങനെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ 1.5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ക്രച്ചസാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മകൻ നടന്നുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2015 ഏപ്രിൽ 11 എൻ്റെ കാല് ആക്സിഡൻ്റ് ആകുന്നത്. ആക്സിഡൻ്റ് ആയിട്ട് കാല് വട്ടം ഒടിഞ്ഞു പോയി. വിട്ടുപോകാൻ ഒരു ശകലം ഉണ്ടായിരുന്നുള്ളൂ. എല്ലൊക്കെ പുറത്തു പോയി. 4 ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരു 7 മാസം കൂടി ഇരുന്നാൽ മാത്രമേ കാല് വെയിറ്റ് കൊടുത്ത് നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാല് വെയിറ്റ് കൊടുത്ത് നടക്കത്തില്ല, കാല് പതുക്കെ കുത്തി മാത്രമേ നടക്കത്തുള്ളൂ. ഇപ്പം എൻ്റെ ആക്സിഡൻറ്റ് നടന്നത് കാസർഗോഡ് ജില്ല വെച്ചാണ്. 1 ആഴ്ചയായുള്ളൂ എൻ്റെ വീട് ഇടുക്കിയിലാണ്. ഇടുക്കി വന്നിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ധ്യാനത്തിന് വന്നു. എനിക്ക് പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ധ്യാനത്തിന് വന്നാൽ ഉറപ്പായിട്ട് നടക്കാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ കാലിൻ്റെ ഒന്ന് കാണിക്കാമോ? നിങ്ങൾ കാണാം, കാല് കാണാം, കണ്ടോ? ഒടിഞ്ഞ്, വട്ടമൊടിഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കണ്ടോ? കാല് കാണാവുന്നതാണ് കേട്ടോ. ഹല്ലേലൂയ. മോൻ്റെ പേരെന്താന്ന് പറഞ്ഞ്? എൻ്റെ പേര് നോബിൾ. പഠിക്കുന്നോ ജോലി ചെയ്യുന്നോ? ഞാൻ ഇലക്ട്രിക്കലിൻ്റെ വർക്ക് ചെയ്യുമായിരുന്നു തൃശ്ശൂർ. അപ്പം കാസർഗോഡ് വരാൻ പോയതാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ബളാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടൊരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഞാൻ എൻ്റെ പെങ്ങളോട് പറഞ്ഞ് സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തമ്പുരാൻ നമ്മളെ കൂടുതൽ സഹനങ്ങൾ പറയും, കൈപിടിച്ച് നടത്തുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് തീർന്നപ്പോൾ തന്നെ ഒരു കാറുകാർ വട്ടം അങ്ങ് ഇടിച്ച് അങ്ങോട്ട് കയറ്റിയിട്ട് ഞാനും എൻ്റെ പെങ്ങളൊക്കെ തെറിച്ചു പോയി. എൻ്റെ പെങ്ങളന്ന് 8 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. പിന്നെ പെങ്ങളുടെ കയ്യിൽ ഒരു 1.5 വയസ്സുള്ളൊരു കൊച്ചുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ടാർ റൂട്ടിൽ തെറിച്ചു വീണു. അവർക്കാർക്കും ഒരു പോറൽ പോലും പറ്റിയില്ല. മേത്ത് പൊടി മാത്രമേ പറ്റിയുള്ളൂ. എനിക്ക് മാത്രമേ പരിക്ക് പറ്റിയുള്ളൂ. ഹല്ലേലൂയ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കരമീത്തി പിടിക്കുക. ഞാൻ മോൻ്റെ കാലിൽ നിന്ന് ചവിട്ടി പിടിക്കാൻ പോകണേ കേട്ടോ. ഈ കാലിൽ എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഒടിഞ്ഞ അസ്ഥികൾ കൂടിച്ചേരട്ടെ. യോഹന്നാൻ 19:36 അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും ചിതറിക്കപ്പെടുകയില്ല. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും ചിതറിക്കപ്പെടുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ ഒടിഞ്ഞ അസ്ഥികൾ കൂടിച്ചേരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒടിഞ്ഞ അസ്ഥികൾ കൂടിച്ചേരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒടിഞ്ഞ അസ്ഥികൾ കൂടിച്ചേരട്ടെ. കർത്താവിൻ്റെ ശക്തി ഈ അസ്ഥികളുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ആമേൻ. മോൻ നടന്നേ, ഉടൻ നടന്നേ, പതുക്കെ നടന്നാൽ മതി. തിരിഞ്ഞ് പതുക്കെ. കാലിന് ബലം കിട്ടുന്നുണ്ടോ? ഇപ്പം ശാലമായി വരുന്നേ ഉള്ളൂ. ബലമായി വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നന്ദി. 1.5 വർഷമായിട്ട് ക്രച്ചസേ നടന്ന മകനാണ്. നിങ്ങൾ കണ്ടു അവിടെ നിന്ന് നടന്നു പോരുന്നു. യേശു തൊട്ട് കഴിഞ്ഞു കേട്ടോ. കർത്താവിന് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്. ആരാ മോനെ തൊട്ടത്? യേശു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ, സ്നേഹഗായകൻ, കരുണാമയൻ, സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ
ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ.